ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഏറ്റവും ഗഹനമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് കൃഷ്ണൻ്റെ നിത്യകർമ്മങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് എത്ര ദിവസമെടുത്ത് ചർച്ച ചെയ്താലും എത്രയൊക്കെ വിശദീകരിച്ചാലും തീരാത്ത സബ്ജക്റ്റുമാണ്. ഭഗവാൻ ദേവന്മാരെ പോഷിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഭഗവാന്റെ ശരീരം തന്നെ ഈ സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും പ്രകൃതി ബന്ധത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഭഗവാൻ തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ദേവന്മാരും ഭഗവാൻ കൃഷ്ണന്റെ വിവിധ ശരീരാവയവങ്ങളായിട്ടാണ് ദേവന്മാരെ പോലെ ഇന്ദ്രിയങ്ങൾക്ക് ഓരോ ഇന്ദ്രിയങ്ങളും നാഡികളും ഒക്കെ നമുക്ക് ഗഹനമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സങ്കല്പികമായിട്ടാണെങ്കിൽ ഓരോ ദേവന്മാരെ കണക്കാക്കിയിട്ടുണ്ട്. ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ എന്നിവരെ ആദരിക്കുകയാണ് ഗൃഹസ്ഥൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അത് പല ഛന്ദസ്സുകളായിട്ടും മന്ത്രങ്ങളായിട്ടും നമ്മുടെ ക്രിയായോഗത്തിൽ തന്നെ അതൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഗീതയിലും ഭഗവാൻ പറഞ്ഞത്. എപ്രകാരമാണ് സഖേജ്ഞ പ്രജാശിഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്വം വേഷപോസ്തിട്ട കാമത്. ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകത്തെ സഖേജ്ഞ ഭാവനയോടുകൂടി സൃഷ്ടിച്ച് പരിപാലിച്ച് അതിനെ സംഹരിക്കുന്നത്? അതൊരു സഖേജ്ഞ ഭാവനയോടെയാണ്. അതെല്ലാം ഭഗവാൻ ചെയ്യുമ്പോൾ പരിപാലനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഒരു വ്യക്തിയുടെ ശരീരം, ഒരു മനുഷ്യൻ്റെ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഘടകങ്ങളും കാമധേനുവിനെ പോലെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതി ഭഗവാൻ തന്നെ സഖേജ്ഞ ഭാവനയാൽ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ ഭാവന നിലനിർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ദേവാൻ ഭാവയതാൻ ഏനദേ ദേവ ഭാവയന്തുവാഹ പരസ്പരം ഭാവയന്തഹ ശ്രേയ പരമവാപ്സിതാം എന്ന് പറയുന്നത് ക്ലിയർ കട്ട് ഗീതയിൽ ഭഗവാൻ ഏത് ഭാവനയോടെയാണോ ഈ അവസ്ഥാത്രയം പ്രകൃതിയെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും അതിനെ സംഹരിക്കുകയും ചെയ്യുന്ന അവസ്ഥാത്രയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സഹയജ്ഞ ഭാവനയോട് കൂടി തന്നെ ഈ ദേവന്മാരെ പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 24 ഘടകങ്ങൾ പ്രകൃതിയിൽ നിന്ന് എടുത്തതാണ്. 25ാമത്തത് മഹത്വത്വമാണ്. അത് ഭഗവാന്റെ വിഭൂതിയാണ്. ജീവൻ എന്ന് പറയുന്ന ആത്മശക്തിയാണ്. ഈ ഘടകങ്ങളെല്ലാം ഈശ്വര സങ്കല്പത്തിലാണ് ഓരോന്നിനെയും കണക്കാക്കിയിരിക്കുന്നത് അർത്ഥം. അല്ലാതെ നമ്മളൊരു ക്ഷേത്രം ഉണ്ടാക്കി ഒരു വിഗ്രഹം വെച്ച് പൂജിക്കൽ മാത്രം അതിൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യം ഇത് തന്നെയാണ്. ദേവന്മാരെ പോഷിപ്പിക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഖജനാവി കാശുണ്ടാക്കും, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടാക്കി ഇടാനൊന്നും അല്ല. ഭഗവാന്റെ പേരിൽ ആരെ പറഞ്ഞത് ഫിക്സഡ് ഡിപ്പോസിറ്റ് FD ഒക്കെ ഉണ്ടാക്കിയിടാൻ? ഭഗവാന് പൈസ വല്ല ആവശ്യമുണ്ടോ? അപ്പം ഇതൊക്കെ നമ്മുടെ തെറ്റായ ധാരണ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രങ്ങളോ ഇല്ലേ അതുപോലെ സങ്കേതങ്ങളോ ഒക്കെ ഫാക്ടറി പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ലാഭവും നഷ്ടവും നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരെ. അപ്പം അവിടെ ആ ഉദ്ദേശത്തിലല്ല ഭഗവാൻ ദേവന്മാരെ പൂജിക്കാൻ പറഞ്ഞത്. ദേവന്മാരെ പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നിലനിൽക്കുന്നതിന്, ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കുന്ന ആധാരമായിരിക്കുന്ന ദേവസങ്കല്പമുണ്ട്. ആ ദേവസങ്കല്പത്തെ പോഷിപ്പിക്കുക. അതൊരു എനർജിയാണ്, അതൊരു വ്യക്തിയല്ല. അത് സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ അർത്ഥകാമങ്ങളല്ല. അത് അജയ്യമായ ഒരു ശക്തിയാണ്. ആ ശക്തിയെ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന പോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കേട്ടത്. അപ്പോൾ ആ ശക്തി തന്നെ കാമധേനുവിനെ പോലെ നമുക്ക് ഇഷ്ടഭോഗങ്ങളെ നൽകും. 50% നമുക്ക് അല്ലാതെ തന്നെ ഭഗവാന്റെ സേകാറ്റം അവരോടെ കിട്ടിക്കൊണ്ടായിരിക്കണം. അപ്പം നമ്മളും അതേ ഭാവനയോടെ ദേവന്മാരെ പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ 24 ഘടകങ്ങളെയും പോഷിപ്പിച്ചാൽ 25ാമത്തെ ഘടകം ഓട്ടോമാറ്റിക്കായിട്ട് അത് ആക്ടിവേറ്റ് ആവും. അത് പ്രകൃതി തത്വങ്ങളാണ് 24. ഗീതയിൽ തന്നെ കൃത്യമായിട്ട് ക്ഷേത്ര സംയോഗത്തിൽ 24 ഘടകങ്ങളും എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പോഷിപ്പിക്കാനാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തെ പോലും യഥാവിധി നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ, ആരോഗ്യ ദൃഢഗാത്രൻ ആയിക്കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ 24 ഘടകങ്ങളെയും നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ പോഷിപ്പിക്കണം. അതിനാണ് ഈ നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നത്. അതിൽ ഭഗവാൻ പോലും ഗായത്രി മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ അതിലെ 24 അക്ഷരങ്ങളും ഓരോ അക്ഷരങ്ങളും പ്രതിദാനം ചെയ്യുന്ന ഈ ശരീരത്തിലെ ഈ ഘടകങ്ങളാണ്. അപ്പോൾ ഗായത്രി മന്ത്രം ഉപാസിക്കുന്ന ഒരാൾക്ക്
യാതൊരു സംശയവുമില്ല. മറ്റൊന്നും ചെയ്യാതെ തന്നെ ശരീരത്തിലുള്ള ഈ 24 ഘടകങ്ങളും പോഷിപ്പിക്കപ്പെടും. പക്ഷെ അത് ജപിക്കണം. ഭഗവാൻ അതുകൊണ്ട് അച്ചപ്പാചപ്പം എന്ന് പറഞ്ഞാൽ ജപിക്കാതെ തന്നെ ജപിക്കുക. ഉള്ളിൽ സ്ഫുരിക്കുന്ന ശക്തിയെ അത് മനനം ചെയ്തുകൊണ്ട് ജപിക്കുന്ന രീതിയാണ് ഭഗവാൻ കാണിച്ചു തന്നത്. അതാണ് ശ്രേഷ്ഠമായ രീതി. പക്ഷെ നമുക്കത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പാത്രത വരണം. നമ്മുടെ ചഞ്ചലമായ മനസ്സിനെ ആദ്യം ഏകാഗ്രമാക്കി എടുക്കണമെങ്കിൽ അതിന് അക്ഷരബ്രഹ്മവും ശബ്ദബ്രഹ്മവും സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ മന്ത്രം കൊണ്ട് മനസ്സിനെ ത്രാണനം ചെയ്യണം, കടഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇത് സ്പന്ദനത്തിലൂടെ തന്നെ ജപിക്കാൻ തുടങ്ങും. ഓരോ ഘടകങ്ങളും 24 ഘടകങ്ങളും അതിന്റെ ശക്തി പ്രതിധ്വനിക്കാൻ തുടങ്ങുമ്പോൾ ഗായത്രി മന്ത്രമായി. പക്ഷെ അത് ജപിക്കണം. അപ്പോൾ ശരീരത്തിലുള്ള ശക്തികളെ പോഷിപ്പിക്കപ്പെടും. ഇങ്ങനെ എല്ലാ മനുഷ്യർക്കുമാണ് വിശേഷ ബുദ്ധി തന്നിരിക്കുന്നത്. എല്ലാ മനുഷ്യരും ഇത് ഫോളോ ചെയ്താലോ ഈ പ്രപഞ്ചശക്തിയെ തന്നെ പോഷിപ്പിക്കപ്പെടും. അത് പോഷിപ്പിക്കപ്പെട്ടാലോ നമുക്ക് ആവശ്യമുള്ള ഇഷ്ടഭോഗങ്ങളെ കാമധേനുവിനെ പോലെ കിട്ടും. അത് ശ്രേയസ്സാണ്. അത് നിലനിൽക്കണമെങ്കിലോ പരസ്പരം ഭാവയന്തക, ഈ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ പരസ്പരം ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ പരിപോഷിപ്പിച്ച് ഉപയോഗിച്ചാൽ അത് ശ്രേയസ്സായിട്ട് മാറുന്ന പറഞ്ഞു. അപ്പൊ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഭഗവാന് ഈ ലോകത്ത് നിയതമായിട്ട് ഒരു കർമ്മവും അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല. എന്നിട്ടും ഈ ഭൗതിക ലോകത്ത് മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. ദൈവികമായ അനുഷ്ഠാന തത്വങ്ങൾ അനുസരിച്ച് ഭഗവാൻ ദേവന്മാരെയും പോഷിപ്പിക്കുന്നു, അഥവാ ആദരിക്കുന്നു. ദേവന്മാരെയും പിതൃക്കളെയും ഉദ്ദേശിച്ച് നടത്തുന്ന ആരാധനയ്ക്കുള്ള നിയമാക തത്വത്തിന് തർപ്പണം എന്നാണ് പറയുന്നത്. സന്തോഷിപ്പിക്കൽ, അതായത് ദേവന്മാരെയും പിതൃക്കളെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ആ സന്തോഷിപ്പിക്കൽ എന്നാണ് വാക്കിന്റെ അർത്ഥം തന്നെ. പിതൃക്കൾക്ക് മറ്റൊരു ലോകത്ത് മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരും. എന്നാൽ ഈ തർപ്പണ സമ്പ്രദായം മൂലം എവിടെ ആയിരുന്നാലും അവർ സന്തുഷ്ടരായിത്തീരും. തൻ്റെ കുടുംബാംഗങ്ങളെ സന്തുഷ്ടരാക്കേണ്ടത് ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. തർപ്പണത്തിലൂടെ പൂർവ്വ പിതാക്കളെയും സന്തുഷ്ടരാക്കാൻ അവന് കഴിയും. ഒരു തികഞ്ഞ മാതൃകാ ഗൃഹസ്ഥൻ എന്ന നിലയിൽ ശ്രീകൃഷ്ണൻ ഈ തർപ്പണം എന്ന ചടങ്ങ് തുടർന്ന് പോരുകയും കുടുംബത്തിലെ തലമുതിർന്ന അംഗങ്ങൾക്ക് സാദരം നമസ്കാരങ്ങൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ പിതൃക്കളെ ആദരിക്കുക, ദേവന്മാരെ പോഷിപ്പിക്കുക എന്ന് പറയുന്നത് മുഖ്യധർമ്മത്തിൽപ്പെടുന്നതാണ്. അപ്പം ദേവയജ്ഞം, പിതൃയജ്ഞം, അതിഥിയജ്ഞം, നിർയജ്ഞം, നിയതയജ്ഞം, പഞ്ചമഹായജ്ഞങ്ങളെ പറ്റിയ പ്രാക്ടിക്കൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ നിത്യകർമ്മത്തിൽ പെടുന്ന സംഗതിയാണ് ഏറ്റവും പ്രധാനം. ദേവന്മാരെ പൂജിക്കുക, അവരെ പോഷിപ്പിക്കുക, അവരെ ആദരിക്കുക, അവരുടെ മന്ത്രങ്ങൾ ജപിക്കുക. അപ്പൊ അതിൽ നിന്ന് ഇഷ്ടഭോഗങ്ങളെ നമുക്ക് കാമധേനുവിനെ പോലെ നൽകിക്കൊണ്ടിരിക്കും. അത് ശ്രേയസ്കരമാണ്. ഇനി ഇതൊക്കെ അർത്ഥലാഭങ്ങൾ ഇല്ലേ, അർത്ഥകാമങ്ങൾ നമുക്ക് സാധ്യമായാൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് നമ്മുടെ കാരണവന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ പൂജിക്കണം. അത് പിതൃയജ്ഞം എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിച്ചിരിക്കുന്നവരെ യഥാവിധി സംരക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മളെ ഏതൊക്കെ കഷ്ടതകൾ ഒരു അമ്മ തന്നെ, മാതൃദേവോ ഭവ എന്ന് പറഞ്ഞാൽ അമ്മ ഏതൊക്കെ തരത്തിൽ കഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് നമ്മളെ ഒരു സ്വന്തം കാലിൽ നിർത്താറാക്കിയതെന്ന് നമ്മൾ കണക്കാക്കും. അപ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവർക്കുണ്ടായാൽ അവരെ നമ്മളെ എപ്രകാരമാണോ കുട്ടിക്കാലത്ത് അവർ സംരക്ഷിച്ച് നോക്കിയത് അതേ ഭാവനയോടെ, അതാണ് സഹധർമ്മം അഥവാ സഹയജ്ഞ ഭാവന എന്ന് പറയുന്നത്. യാതൊരു സംശയലേശമില്ലാതെ അവരെ സന്തോഷിപ്പിക്കണം. സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മക്കളോ പുത്രനോ പുത്രിയോ ആയാലും വേണ്ടില്ല, അവർക്ക് വയ്യാത്തൊരവസ്ഥയിൽ യഥാവിധി അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട് അവരെ യഥാവിധി ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും ജീവിച്ചിരിക്കുമ്പോൾ സംരക്ഷിക്കലാണ് ഏറ്റവും വലിയ പിതൃയജ്ഞം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ അവരുടെ കാലശേഷവും അവരെ വർഷത്തിൽ ഒരിക്കലെങ്കിലും പിതൃതർപ്പണം നടത്തിക്കൊണ്ട് സ്മരിക്കാൻ സാധിക്കൂ. അത് സ്മരിക്കുന്നവരെ ജീവിക്കുന്ന കാലത്ത് ആരാണോ അച്ഛനെയും അമ്മയെയും യഥാവിധി സംരക്ഷിക്കുന്നത്, അച്ഛനെയും അമ്മയെയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏത് മക്കൾക്കാണോ പുത്രനാണോ പുത്രിക്കാണോ അവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നത്, അവരായിരിക്കും അവരുടെ കാലശേഷവും അവരെ വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്മരിക്കുന്നതും അവർക്ക് വേണ്ടി പിതൃതർപ്പണം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരിൽ ആയിരിക്കും അവർ സന്തോഷിക്കുക.
അവർക്ക് വർഷത്തിലൊരിക്കൽ തർപ്പണം കിട്ടിയാൽ ദിവസവും കിട്ടിയതിന് തുല്യമാണ്. പിതൃലോകത്തിലിരിക്കുന്നവർക്ക്, നമ്മുടെ അച്ഛനും അമ്മയും മരിച്ചു പോയാൽ പോലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദിവസവും അവരുടെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവരെ സന്തോഷിപ്പിക്കണം. മരിച്ചു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ ഒരു ജലം, എള്ളോ, ഒരു സ്പൂൺ അന്നമോ സമർപ്പിച്ചാൽ അവർ സന്തോഷിക്കും. കാരണം വർഷത്തിലൊരിക്കൽ ചെയ്താൽ, ജീവിച്ചിരിക്കുമ്പോൾ ദിവസവും കൊടുക്കുന്നതിന് തുല്യമാണ്. വർഷത്തിലൊരിക്കൽ ചെയ്താൽ പിതൃക്കൾക്ക് ദിവസവും കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും പിതൃക്കളെ സ്മരിക്കാനുള്ള ഒരു പ്രതീകാത്മകമായിട്ടാണ് തർപ്പണം നടത്തുക എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ പിതൃക്കൾ സന്തോഷിക്കുന്നു മാത്രമല്ല, അവർക്ക് വീണ്ടും ശരീരം എടുത്തു വരണം എന്ന കർമ്മബന്ധനമോ ഇച്ഛയോ ഉണ്ടെങ്കിൽ അത് വരുന്ന റൂട്ടും, വർഷത്തിലൊരിക്കൽ ഏത് മകനാണോ മകളാണോ സ്മരിക്കുന്നത് അവരുടെ പുത്രനോ പുത്രിയോ ആയിട്ടായിരിക്കും ഇവർക്ക് റൂട്ട് തെളിയുക. അതുകൊണ്ടാണ് പിതൃ കർമ്മത്തിന് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നാമത്തെ കാര്യം, നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ പേരക്കുട്ടികളായിട്ട് വന്ന് ജനിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. സാധാരണക്കാർക്ക് ഒട്ടും മനസ്സിലാവില്ല. എന്നെ പോലെയുള്ളവരൊക്കെ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കൊരു ചോദ്യം പലർക്കും, ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പിതാവ് പുത്രനായിട്ട് വന്ന് ജനിച്ചിട്ടുണ്ട്, എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, എന്നാൽ പിന്നെ അങ്ങെന്തിനാ ഈ പിതൃതർപ്പണം ചെയ്യണേ, അച്ഛൻ്റെ വലിയ എന്തിനാ ഇടണേ, അച്ഛൻ വന്ന് തിരിച്ച് ജനിച്ചു എന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ചെയ്യുന്നതെന്ന് ചോദിക്കും. നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യണം. നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത് മകനായിട്ട് ജനിച്ചാൽ പോലും നമ്മുടെ പിതാവിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നൊന്നുമില്ല. അതാണ് പിതൃ തർപ്പണം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഇത് മാത്രമല്ല, ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നത്, നമ്മൾ നമ്മുടെ മക്കളെ കാണുന്ന വിധത്തിൽ മാതൃക നമുക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിതൃതർപ്പണം ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ കാലശേഷം നമുക്ക് വേണ്ടിയിട്ട് മക്കൾ പിതൃതർപ്പണം നടത്തും. ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്തിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന്, എങ്ങനെയാ ഒഴിവാക്കാൻ നോക്കണ്ടേ എന്ന് ആലോചിക്കുന്ന കാലം ഇപ്പം. നമ്മുടെ ഈ പറയുന്ന തർപ്പണങ്ങളും ഈ പറയുന്ന ഇതൊക്കെ പ്രാരാബ്ധമായിട്ട് കരുതിയിട്ട് ഇതൊക്കെ ഒഴിച്ചു കളയാൻ എന്താ മാർഗം എന്ന് നോക്കി ഇത് ഒഴിവാക്കി നടക്കാൻ ശ്രമിക്കുന്നവരാ. ഒരു പൂജ അല്ലെങ്കിൽ ഒരു മൂലദേവതയെ വെച്ച് പൂജിക്കലോ ഇല്ലെങ്കിൽ അടുക്കള തേവരോ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള കുടുംബങ്ങൾ മിക്കവാറും ഇന്നത്തെ തലമുറ ഇതൊക്കെ എങ്ങനെയൊന്ന് ഒഴിവാക്കി കിട്ടാൻ എന്താ മാർഗം എന്നാ നോക്കിക്കൊണ്ട് നടക്കുക. അപ്പം നമ്മൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ തർപ്പണം ആരും ചെയ്യില്ല എന്നർത്ഥം. അത് മാതൃക, ഇവിടെ ശ്രീകൃഷ്ണൻ എന്തിനാണ് നമ്മളെ മാതൃക പിതൃതർപ്പണമൊക്കെ ചെയ്തുകൊണ്ട് കാണിച്ചു തരുന്നത്? ഇത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഗൃഹസ്ഥൻ. അതിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അതാണ്. ഒരു മാതൃക, ഒരു തികഞ്ഞ മാതൃകാ ഗൃഹസ്ഥൻ എന്ന നിലയിൽ ശ്രീകൃഷ്ണൻ ഈ തർപ്പണം എന്ന ചടങ്ങ് തുടർന്നു പോരുകയും കുടുംബത്തിലെ തലമുതിർന്ന അംഗങ്ങൾക്ക് സാദരം നമസ്കാരങ്ങൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ മാതൃകാ പുരുഷോത്തമനായിട്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഗീതയിൽ തന്നെ സ്പഷ്ടമാക്കി പറയുന്നുണ്ട്, ഭഗവാൻ ഈ ലോകത്ത് നിയതമായിട്ട് ഒരു കർമ്മവും പ്രത്യേകിച്ച് അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല, ഒന്നും നേടേണ്ടതായിട്ടില്ല, ഭഗവാൻ ഒന്നിനെയും ആശ്രയിക്കേണ്ടതായ, ഭഗവാൻ എല്ലാം സ്വയം പര്യാപ്തമാണ്. ഭഗവാനിൽ നിന്നാണ് നമ്മളൊക്കെ വികാസം പ്രാപിച്ച് ഞാൻ എൻ്റെ എന്ന് പറയാനുള്ള കൽപ്പ് കിട്ടി നമ്മൾ തോന്നിവാസം നടക്കുന്നത്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് കർമ്മം ചെയ്താലും ചെയ്തില്ലേലും, ഈ പറയുന്ന തർപ്പണാദികൾ ചെയ്തില്ലേലും, നിത്യകർമ്മം ചെയ്താലും ചെയ്തില്ലേലും ഭഗവാനെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്നിട്ടും ഭഗവാൻ എന്തിനാണ് ചെയ്യുന്നത്? കർമ്മമില്ലാത്തവൻ, കർമ്മബന്ധനങ്ങളില്ലാത്തവൻ കർമ്മിയായി മാറുന്നതിൻ്റെ ഉദ്ദേശം എന്നാലെങ്കിലും മനുഷ്യൻ ഒന്ന് ഈ ഒരു മാർഗത്തിലേക്ക് വരട്ടെ. എല്ലാവരും വന്നില്ലേ തന്നെ കുറച്ചു പേരെങ്കിലും ഇപ്പൊ ഭഗവാന്റെ ഈ നിത്യകർമാദികളൊക്കെ വിശദീകരിക്കുമ്പം അത് കേൾക്കുന്നവർക്ക് കുറച്ചെങ്കിലും ഒരു അവബോധം ഉണ്ടായി, ഒന്നോ രണ്ടോ പേരെങ്കിലും യഥാർത്ഥത്തിൽ ഈ റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് സനാതന ധർമ്മത്തിന്റെ നാശമില്ലാതിരിക്കുക. എത്രയൊക്കെ പോയാലും ഭാരതവർഷത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എന്തൊക്കെ പരിഷ്കാരങ്ങളും വികസനങ്ങളും കൊണ്ടുവന്നാലും ഈ ആത്മീയ മാർഗത്തിന്റെ അടിവേര് അറുത്ത് കളയാൻ ആർക്കും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ആരെങ്കിലുമൊക്കെ ഈ സനാതന ധർമ്മത്തിന്റെ പരിപാലനം ഏതെങ്കിലും തരത്തിൽ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ചെയ്തുകൊണ്ടായിരിക്കണം. എല്ലാവരും ഒന്നും അനുസരിച്ചില്ലെങ്കിൽ തന്നെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെതായ ആ ശ്രേഷ്ഠത ഈ ഭാരത മണ്ണിൽ ഉണ്ടെന്നർത്ഥം. അതൊരിക്കലും നശിപ്പിച്ച് കളയാൻ സാധ്യമല്ല പൂർണ്ണമായിട്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ തന്നെ സ്വയം മാതൃകയായിട്ട് മാറുന്നത്. നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ട്
നമ്മുടെ പിൻതലമുറയ്ക്ക് നമ്മൾ മാതൃകയായിട്ട് തീരണം. നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും നേടാനില്ലെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് നേടാനില്ല, പ്രത്യേകിച്ച് ആർക്കും വേണ്ടിയിട്ടൊന്നും ചെയ്യാനില്ല. എങ്കിലും ഞാൻ നിരന്തരം നിത്യകർമാദികൾ ചെയ്യുന്നുണ്ട്. പിതൃതർപ്പണം വേണ്ട സമയത്ത് ചെയ്യുന്നുണ്ട്. അതിഥിയജ്ഞം, നിര്യജ്ഞം, നിയതയജ്ഞം, പഞ്ചമഹായജ്ഞങ്ങളും പഞ്ചഗുണങ്ങളും അനുസരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭഗവാൻ പറയുന്നത് 100% അല്ലെങ്കിൽ തന്നെ നമുക്ക് അതേപ്പറ്റി ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിക്കുന്നുണ്ട്. അതനുസരിക്കുന്ന ഇതെല്ലാം ജന്മാനുജന്മങ്ങളെ പറ്റിയും പിതൃക്കളെയും വരും തലമുറയെ പറ്റിയൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയാമെങ്കിൽ തന്നെ നമ്മൾ വരും തലമുറയ്ക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. മെദ്യതാചരതി ശ്രേഷ്ഠ തദ്ദേവതാരോചനാകാശയൽ പ്രമാണം കുരുതേ ലോകസ്ഥേതു അനുവർത്തതേ. ഇവിടെ എൻ്റെ പ്രമാണം എൻ്റെ കർമ്മങ്ങൾക്കോ നിത്യകർമ്മങ്ങൾക്കോ ഈ പറയുന്ന കാര്യങ്ങൾക്കോ എന്താണ് പ്രമാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതാശാസ്ത്രം തന്നെയാണ് പ്രമാണം. അതനുസരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് തന്നെയാണോ? മേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാ. ഭഗവാൻ എടുത്തു പറഞ്ഞല്ലോ. ഭഗവാന്റെ അഭിപ്രായം എന്ന് പറയുന്നത് തുറന്നടിച്ച് പറയുന്ന ഗീതാശാസ്ത്രം തന്നെയാണ്. അവിടെ യാതൊരു കലർപ്പുമില്ല, ഒരു കഥയും അതിൽ ചേർത്തിട്ടില്ല. നമ്മളെ ഒരു കാരണവശാലും കൺഫ്യൂഷൻ ആക്കില്ല ഭഗവാൻ. അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തെ ഏതൊരു മനുഷ്യനാണോ ശ്രദ്ധയോടുകൂടി വികാരവിചാരങ്ങൾക്ക് അടിമയാകാതെ കൃത്യമായിട്ട് അത് അനുസരിക്കുന്നത്, അവന് യാതൊരു സംശയവുമില്ല എന്നിലേക്ക് എത്താൻ സാധിക്കും, എന്നെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അശ്രദ്ധ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ എൻ്റെ അഭിപ്രായത്തെ അനുസരിക്കാതിരിക്കുന്നവർക്ക് ഈ ലോകവും പരലോകവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അവരെല്ലാം എൻ്റെ ദൃഷ്ടിയിൽ നശിച്ചവരായിരിക്കും എന്നുകൂടിയാണ് ഭഗവാൻ എടുത്തു പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രവൃത്തി ബ്രാഹ്മണർക്ക് ഗോദാനം നടത്തുകയാണ്. അപ്പം രാവിലെ എഴുന്നേറ്റാൽ എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്യുന്നത് ഒക്കെ പറഞ്ഞു. ഇനി അടുത്ത പ്രവൃത്തി എന്താണെന്നാണ് വിശദീകരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.